ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശിവദീക്ഷ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നെക്കും ഷോൾഡറും എങ്ങനെ തയ്ച്ച് പിടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. തുടക്കം മുതൽ ഷോൾഡർ രണ്ടും കൂട്ടി യോജിപ്പിക്കുന്നത് വരെ തയ്യൽ തുമ്പോ സ്റ്റിച്ചിങ്ങോ പുറത്ത് കാണാതെ എങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഫുൾ കണ്ടിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മളിവിടെ പോളിസ്റ്റർ മിക്സിൽ വരുന്ന ഒരു മെറ്റീരിയലും അതിന് മാച്ച് ചെയ്ത് കോട്ടൻ്റെ ലൈനിങ്ങും ആണ് എടുത്തിട്ടുള്ളത്. എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാൻവാസ് പേപ്പറിൽ 2 നെക്കും അത് ചേർത്ത് വയ്ക്കാൻ പാകത്തിന് 2 പീസ് ലൈനിങ് ക്ലോത്തും സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ക്യാൻവാസ് നമ്മൾ ലൈനിങ്ങിലേക്ക് വെച്ച് പിടിപ്പിക്കണം. അതിനു വേണ്ടി വേണമെങ്കിൽ നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തയ്ച്ചാണ് ചേർക്കുന്നത്. നെക്കിൻ്റെ ഷേപ്പ് മാറാതെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. നെക്കിൻ്റെ ഷേപ്പ് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ശേഷം ക്യാൻവാസിൻ്റെ സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 2 നെക്കും റൗണ്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ 1/4 ഇഞ്ച് നമ്മൾ എടുത്തിരിക്കുന്നതിനെ ഈ ക്യാൻവാസിലേക്ക് ചേർത്ത് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റൗണ്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ ചുളുക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. അത് ഫൈനൽ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം മറഞ്ഞു പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് അത് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ബാക്കി നെക്കൊന്നും വലിഞ്ഞു പോവാതെ ചുളുങ്ങി പോവാതെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ 2 നെക്കും ചെറിയ പീസ് ലൈനിങ്ങിലേക്ക് ചേർത്ത് നീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മെയിൻ മെറ്റീരിയലിലേക്ക് വയ്ക്കുന്നത് കാണാം. ആദ്യം ലൈനിങ്ങിൻ്റെ സെൻറ്റർ എടുത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ വയ്ക്കണം. രണ്ടും നല്ല സൈഡ് വീഡിയോയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. അതിനുശേഷം നെക്ക് ക്യാൻവാസ് ചുരിദാറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ക്യാൻവാസിൻ്റെ റൈറ്റ് സൈഡ് ചേർത്ത് വെച്ച് വേണം തയ്ക്കാൻ. അപ്പോൾ എല്ലാത്തിലും നമ്മൾ സെൻറ്റർ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം ഒരുപോലെ വച്ചതിന് ശേഷം വേണം തയ്ച്ച് തുടങ്ങാൻ. ഇനി സെൻറ്ററിലൂടെ ക്യാൻവാസ് എത്തുന്നത് വരെ ഒരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് നമുക്കിതിന് പകരം പിന്ന് കുത്തി വെച്ചിട്ടായാലും മതി. പക്ഷേ രണ്ടായാലും ഈ ക്ലോത്തുകൾ തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ തെന്നി നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മുട്ടുസൂചിയോ അല്ലെങ്കിൽ പേൾ പിന്നോ അങ്ങനെ എന്തെങ്കിലും കുത്തി വെച്ചിട്ടായാലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സെൻറ്ററിലൂടെ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ക്യാൻവാസിൽ മുട്ടാൻ പാടില്ല. ക്യാൻവാസ് എത്തുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ നിർത്തുക. ശേഷം നമ്മൾ നെക്കിൻ്റെ അതേ ഷേപ്പിൽ തയ്ച്ച് കൊടുക്കണം. അപ്പോൾ തയ്ച്ച് കൊടുക്കുമ്പോൾ ഇവിടെയും ക്യാൻവാസിൽ നമ്മൾ മുട്ടാതെ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ തയ്ക്കുമ്പോൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഒരല്പം കുറച്ചിടുന്നതാണ് നല്ലത്. കാരണം നമ്മളിത് നെക്ക് മറച്ച് വരുമ്പോൾ ഈസി ആയിട്ട് മറഞ്ഞു വരണമെങ്കിൽ സ്റ്റിച്ച് ലെങ്ത്ത് കുറച്ച് ചെറുതാക്കി ഇടണം.
ഇനി അതിന് ചിലപ്പോൾ പഴയ മെഷീനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറ്റില്ലാത്തവരുണ്ടാവാം. അപ്പോൾ എന്നാലും സാരമില്ല, നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല. കുറച്ചുകൂടി എളുപ്പമുള്ള രീതി പറഞ്ഞെന്ന് മാത്രം. നെക്കിൻ്റെ ഉള്ളിൽ ഒരു 1/4 ഇഞ്ച് ക്യാൻവാസിൽ നിന്നും വിട്ടിട്ട് കട്ടാക്കിയിട്ട് അതിനുള്ളിൽ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൗണ്ട് നെക്ക് ആയതുകൊണ്ട് ആ ഒരു കർവ് പോർഷനിലൊക്കെ കുറച്ച് അടുത്തടുത്ത് നമുക്ക് കട്ടിങ്സ് കൊടുക്കുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ നമ്മളുടെ നെക്ക് മറഞ്ഞു വരാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇങ്ങനെ കട്ടിങ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാൻവാസിലേക്കോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിലേക്ക് കയറി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ശേഷം നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ഭാഗമൊന്ന് വിടർത്തി വച്ചിട്ട് അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള മെറ്റീരിയലിലേക്ക് സ്റ്റിച്ചിങ് വരാതെ നമ്മൾ ആ ക്യാൻവാസിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതിലൂടെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുക. അതും ഇങ്ങനെ മടങ്ങി പോകുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്ക് ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് നെക്ക് തയ്ക്കുമ്പോൾ നെക്കിൻ്റെ ഷേപ്പ് തയ്ക്കുമ്പോൾ നെക്കിൻ്റെ ഷേപ്പിലൂടെ തയ്ക്കുന്ന സമയത്ത് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കുറച്ചിടുക. നമ്മൾ നോർമലി നമ്മൾ പറയില്ലേ കാണി എന്ന് പറയില്ലേ, ആ ലെങ്ത്ത് നമ്മൾ കുറച്ചിടണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇടവിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുക. ആ ചെറിയ ചെറിയ കട്ടിങ്സ് കർവായിട്ടുള്ള ഭാഗങ്ങളിലാണെങ്കിൽ കുറച്ച് അടുത്തടുത്ത് കൊടുക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ നെക്കിൻ്റെ ആ ഒരു ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടുള്ള ഭാഗം അരികിലൂടെ പതിച്ച് തയ്ക്കുമ്പോൾ അതും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതുവരെ നോർമൽ ക്യാൻവാസൊക്കെ വെച്ചിട്ട് നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയുള്ള സ്റ്റെപ്പുകളാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഭാഗം സ്റ്റിച്ചൊന്നും വിസിബിൾ ആവാതെ നെക്ക് ഫിനിഷാക്കി കൊടുക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് കാണാം. അതിന് നമ്മൾ ഈ ക്യാൻവാസിൻ്റെ പാർട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ലൈനിങ് മാത്രം വിടർത്തി വെച്ച് ഈ ലൈനിങ്ങിലേക്ക് നമ്മുടെ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇവിടെ നമ്മളുടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ആ ക്യാൻവാസ് പേപ്പർ ഉണ്ടല്ലോ അത് രണ്ടും നല്ല വിടർത്തി വെച്ചിട്ട് യാതൊരുവിധ ചുളിവുകളും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തയ്ക്കണം. നമ്മളുടെ മെയിൻ മെറ്റീരിയൽ ചെറുതായിട്ടൊന്ന് മടങ്ങിയിരുന്നു വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷേ ലൈനിങ്ങോ നെക്ക് പേപ്പറോ ചുളുങ്ങാതെ ഇരിക്കണം. അത് ചുളുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഫോൾഡ് ചെയ്തിട്ടുള്ള നെക്കിൻ്റെ ഭാഗം ലൈനിങ്ങിലേക്ക് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചിലർ മെയിൻ മെറ്റീരിയലുമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പം ഞാനൊക്കെ പണ്ടൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടിരുന്നത്. ചില വർക്കുള്ള ഡ്രസ്സിലാണെങ്കിൽ നമ്മൾ തുന്നി ചേർക്കുകയാണ് ചെയ്യുന്നത്, ഹെം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാനീ കാണിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സാധാ ചെയ്യുന്ന പോലെ
ഈ നല്ല മെറ്റീരിയൽ നമ്മളുടെ ലൈനിങ്ങുമായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തും അതുപോലെ ആം ഹോളിൻ്റെ ഭാഗത്തും കൂട്ടി തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട് പാർട്ടാണ് തയ്ച്ച് എടുത്തത്. ഞാൻ എപ്പോഴും തയ്ക്കുന്ന സമയത്ത് ഫ്രണ്ട് തന്നെയാണ് ആദ്യം തയ്ക്കുക, അതിനുശേഷമാണ് ബാക്ക് പാർട്ട് എടുത്ത് തയ്ക്കുന്നത്. ഇനിയിപ്പോൾ ബാക്ക് പാർട്ടാണ് ആദ്യം തയ്ച്ചതെന്ന് വെച്ച് യാതൊരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് ബാക്ക് പാർട്ടും നമ്മൾ ഇതുപോലെ തന്നെ ഈ ചെയ്തിരിക്കുന്ന പോലെ തന്നെ സ്റ്റെപ്പുകളിലൂടെ ചെയ്ത് നമ്മൾ നെക്കിനെ മടക്കി ലൈനിങ്ങിലേക്ക് അറ്റാച്ച് വരെ ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡറുമായിട്ട് അല്ലെങ്കിൽ ആം ഹോളും ഷോൾഡറും ഒക്കെ ഇങ്ങനെ ലൈനിങ്ങുമായിട്ട് ചേർക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ആ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ബാക്ക് പാർട്ട് എടുത്ത് ഷോൾഡറിൻ്റെ ഭാഗം റൈറ്റ് സൈഡ് കാണുന്ന രീതിയിൽ വിടർത്തി വയ്ക്കുക. എന്നിട്ട് ഫ്രണ്ട് പാർട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തതിൻ്റെ റൈറ്റ് സൈഡ് ബാക്കിൻ്റെ റൈറ്റ് സൈഡുമായിട്ട് ചേർന്ന് വരുന്ന പോലെ വച്ചിട്ട് ബാലൻസ് കിടക്കുന്ന ലൈനിങ് പോർഷൻ ഇതിൻ്റെ മേലേക്ക് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്ക് പോർഷനിലുള്ള നെക്കിൻ്റെ അറ്റവും ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ അറ്റവും ഒരുമിച്ച് വെക്കണം. നേരെ തിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ ഭാഗങ്ങൾ രണ്ടും അങ്ങോട്ട് മാറിപ്പോവും. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡാണ് രണ്ടിൻ്റെയും വയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ചായിരുന്നു കട്ട് ചെയ്തപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് ഇട്ടിരുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ചിലൂടെ 2 തവണ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്തെ ഷോൾഡറും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. വളരെ ഭംഗിയിൽ നീറ്റായി തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ചെയ്തിട്ട് കിട്ടിയതല്ല കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ 2 ഭാഗങ്ങളും, അതായത് ഈ നെക്കിൻ്റെ ഭാഗങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാൻവാസിൻ്റെ വീതി അല്ലെങ്കിൽ ക്യാൻവാസിൻ്റെ കട്ടി കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണെന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. കാരണം നമുക്ക് കുറേ അധികം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ കുറച്ചധികം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നത് ഏത് സൈഡൊക്കെയാണ് യോജിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ആദ്യം ഒരു തപ്പലുണ്ടാവും. അത് നോർമലായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്കത് ബൈ ഹാർട്ടാവും, പെർഫെക്ഷനും ആവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗങ്ങളിലായാലും എക്സ്ട്രാ പോയിട്ട് ഒരൊറ്റ സ്റ്റിച്ച് പോലും പുറത്തേക്ക് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു ഫിനിഷിങ്ങിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഇനി ബാക്ക് പാർട്ടിൻ്റെ ആം ഹോളും ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് ലൈനിങ്ങിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ. ഇനി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. പിന്നെന്താ പറയാനുള്ളത്, ഇതുപോലെ എന്തെങ്കിലും സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസോ ടിപ്സ് ആൻഡ് ട്രിക്സോ ഒക്കെ വേണമെങ്കിൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കും ഞങ്ങളോട് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് പരിഗണിക്കാമല്ലോ. പിന്നെ യൂസ്ഫുൾ ആണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.